അങ്ങനെ ഒടുവിൽ പാറ്റകൾക്ക് മുന്നിൽ മോദിയും സംഘവും മുട്ടുമടക്കിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പ്രധാനമന്ത്രി ചവിട്ടി പുറത്താക്കി എന്ന് തന്നെ പറയാം. ഗത്യന്തരമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്തെ വിദ്യാർത്ഥികളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മന്ത്രി നാടകീയമായി തന്നെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 35 ദിവസത്തിലധികമായിട്ട് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 35 ദിവസത്തിലധികമായിട്ട് ശക്തമായ സമരങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 20-ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്ന ദിവസം മുതൽ ഈ സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. അന്ന് ഈ CJP പ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് പാർലമെന്റിലേക്ക് ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുകയും അത് വലിയ രീതിയിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അന്നു മുതൽ ഇങ്ങോട്ടുള്ള 6 ദിവസങ്ങളിൽ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് ദില്ലി സാക്ഷ്യം വഹിച്ചത്. ഒപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിന്റെ MP-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നുകൊണ്ട് ഒരു മാർച്ച് നടത്തുകയും അതിനെ പോലീസ് വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തടയുകയും വലിയ അക്രമം ആ സമരത്തോട് നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച രാജ്യം കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാരെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് ആ സമരവേദിയിൽ നിന്നും പോകുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ അതിനു പിന്നാലെയൊക്കെ തന്നെ ഈ സമരം വലിയ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ പ്രധാനമന്ത്രിയോട് ഈ സമരക്കാരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും പ്രധാനമായും ഉന്നയിച്ച ആവശ്യം ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം, അദ്ദേഹത്തിന്റെ രാജിയിൽ കുറഞ്ഞ യാതൊരു അനുനയത്തിനും തങ്ങൾ തയ്യാറാകില്ല എന്നതാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സമരം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ കേന്ദ്ര സർക്കാർ CJPയുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ തീരുമാനമായില്ല. ആ ചർച്ചകൾ ഉടക്കി നിൽക്കാൻ കാരണമായി മാറിയത് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരുന്നു. രാജി അംഗീകരിക്കില്ല എന്ന കർശന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ആ രാജിയിൽ കുറഞ്ഞ യാതൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്ന് വിദ്യാർത്ഥികൾ ഒരു വശത്ത് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 5 ദിവസമായിട്ട് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ സ്തംഭിപ്പിക്കുകയാണ്. പാർലമെന്റിനകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ആ രാജിയില്ലാതെ ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് സഭയ്ക്കകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷവും മറുവശത്ത് തെരുവിൽ ഈ വിദ്യാർത്ഥികളും ശക്തമായ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ സമരത്തിനു മുന്നിൽ ഗത്യന്തരമില്ലാതെ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർക്കാരിനും വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. അവരുടെ ആവശ്യം അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പാറ്റകൾ എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അങ്ങനെ ഐതിഹാസികമായ ഒരു വിജയം ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് 3:30-ക്ക് ഈ സമരക്കാരുമായിട്ട് സർക്കാർ ഒരു ചർച്ച നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സമരക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടത് മന്ത്രിയുടെ രാജി തന്നെയാണ്. എന്നാൽ രാജിവെക്കാതെ മന്ത്രിയെ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു വകുപ്പ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്നൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരമൊരു നീക്കമാണ് സർക്കാർ നടത്തിയതെങ്കിൽ അത് അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് സമരക്കാരും പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഇല്ല, മന്ത്രിയെ പുറത്താക്കിയേ തീരൂ, അതിൽ കുറഞ്ഞ യാതൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം എന്നൊരാവശ്യവും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരമൊരു തീരുമാനത്തിൽ, നിലപാടിൽ ഈ പ്രതിപക്ഷവും വിദ്യാർത്ഥികളും നിൽക്കെ ആ രാജിയില്ലാതെ ഇന്നൊരു ചർച്ചയ്ക്ക് യാതൊരു സാധുതയുമില്ല, അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് സർക്കാരിനെ മനസ്സിലായി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് മന്ത്രിയുടെ രാജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി രാജിക്കത്തിൽ പറയുന്നത് കഴിഞ്ഞ 10 ദിവസമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളിൽ അത്തരം സംഭവവികാസങ്ങൾ താൻ വളരെ ഖിന്നനാണ്. ഈ അവസരം രാജിവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ താൻ മൂലം മറ്റൊരു പ്രശ്നം ഉണ്ടാകരുത്, തൻ്റെ സർക്കാരിനോ തൻ്റെ പാർട്ടിക്കോ ഒരു കോട്ടം ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഈ മന്ത്രി പദവി താൻ രാജിവെക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിക്ക് നൽകിയ
നൽകിയിരിക്കുന്ന രാജിക്കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്തായാലും മെയ് 15-ന് ഒരു കേസ് പരിഗണിക്കവെയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ഒരു പരാമർശം നടത്തുന്നത്. രാജ്യത്തെ യുവജനങ്ങൾ അവർ പാറ്റകളെ പോലെയാണ് എന്നൊരു പരാമർശം നടത്തുന്നു. ആ പരാമർശത്തിൽ നിന്നുമാണ് കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ പിറവിയെടുക്കുന്നത്. അങ്ങനെ ഏതാണ്ട് വെറും 2 മാസം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥി സംഘടന, ആ സംഘടനയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ, പോരാട്ട വീര്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും രാജ്യത്തെ കേന്ദ്ര സർക്കാരിനും മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം.